ഹായ്, എൻ്റെ പേര് ഡോക്ടർ സനീഷ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിപ്പിഡ്സ് അഥവാ കൊളസ്ട്രോളിനെ പറ്റിയാണ്. അപ്പം കൊളസ്ട്രോളിനെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബ്ലഡ് ടെസ്റ്റിലെല്ലാം തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണെന്ന് പലപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ പലരും നമുക്ക് പാനിക് ആവാറുണ്ട്. എന്താണ് കൊളസ്ട്രോൾ, എന്താണ് അത് കൂടിയിരിക്കുന്നത്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് കൊളസ്ട്രോൾ റിപ്പോർട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് ആദ്യം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കൊരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബോഡിയിലെ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമാണോ ചെക്ക് ചെയ്തിട്ടുള്ളത്, അഥവാ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന എല്ലാ കൊളസ്ട്രോളുകളും ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം. അപ്പോൾ നമ്മളൊരു ഫാസ്റ്റിംഗ്, അതായത് ആഹാരം കഴിക്കാതെ നമ്മൾ രാവിലെ ഒരു കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ടോട്ടൽ കൊളസ്ട്രോൾ കൂടാതെ തന്നെ LDL എന്ന് പറഞ്ഞ ഒരു ഭാഗം കാണും, അതേപോലെ HDL എന്ന് പറഞ്ഞ വേറൊരു ഭാഗം കാണും, ചിലപ്പോൾ നോൺ HDL എന്ന് പറഞ്ഞൊരു ഭാഗം കാണും, അതേപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം കാണും. അപ്പം ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എത്ര അധികം കൊളസ്ട്രോൾ, ടോട്ടലായിട്ടുള്ള കൊളസ്ട്രോൾ എത്രയുണ്ടെന്ന് കാണിക്കും. HDL എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള നല്ല കൊളസ്ട്രോളിൻ്റെ അളവാണ്. അപ്പോൾ അത് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാർട്ടിനൊക്കെ നല്ലതാണ്. LDL എന്ന് പറയുന്നത് ബാഡ് കൊളസ്ട്രോളാണ്, അതായത് അത് കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പക്ഷാഘാതം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടും. പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഷുഗറിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കൊളസ്ട്രോളാണ്. അത് നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് റിസ്ക്, അതായത് നമുക്ക് അമിതമായ വണ്ണമുണ്ട്, നമ്മുടെ ഡയബറ്റീസ് നല്ലപോലെ കൺട്രോൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ ആൽക്കഹോൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മധുരം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളുടെ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഈ നോൺ HDL എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ടോട്ടൽ കൊളസ്ട്രോൾ കഴിഞ്ഞിട്ട് അകത്ത് HDL അല്ലാതെ, നല്ല കൊളസ്ട്രോൾ അല്ലാത്ത എല്ലാത്തിനും കൂടെ ചേർത്തിട്ടാണ് ചിലപ്പോൾ നമ്മൾ നോൺ HDL എന്നൊരു ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു സ്പെസിഫിക് അല്ല, പക്ഷേ അത് മൊത്തത്തിൽ നമ്മുടെ ബോഡിയിലുള്ള കൊളസ്ട്രോളിൽ എത്രത്തോളം നല്ലതല്ലാത്ത കൊളസ്ട്രോൾ ഉണ്ട് എന്നാണത് കാണിക്കുന്നത്. അപ്പം ഈ 3-4 നമ്പറുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മുടെ ബോഡിയിലെ കൊളസ്ട്രോൾ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് പലതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഈ കൊളസ്ട്രോൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ ഇപ്പോൾ യൂഷ്വലി ഒരു 200-നടുത്തൊക്കെ ആയിരിക്കും നമുക്ക് കാണുന്നത്. അപ്പോൾ അതിൽ വളരെയധികം കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെയുള്ള ബാക്കിയുള്ള നമ്പറുകളിൽ നോക്കുക. നമ്മുടെ ട്രൈഗ്ലിസറൈഡ് കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ HDL കൂടിയിട്ടുണ്ടോ, നമ്മുടെ LDL കൂടിയിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ബോഡിയിൽ എത്രത്തോളം മെറ്റബോളിക് റിസ്ക്, അതായത് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് വരാനുള്ള റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ചില കാൽക്കുലേഷൻസ് ഉണ്ട്. Q റിസ്ക് സ്കോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കോർ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് ഒരു 10 വർഷത്തേക്ക് നമുക്ക് ഒരു ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാനുള്ള ചാൻസ് ഒരു 10% കൂടുതൽ, 10% കൂടുതലാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞൊരു മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ ഈ സ്റ്റാറ്റിൻ എന്ന മരുന്ന് കൊളസ്ട്രോൾ കുറയ്ക്കാനും, അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് നിലനിർത്താനും, അതേപോലെ സ്ട്രോക്കിൻ്റെ അളവ് കുറയ്ക്കാനും എല്ലാം സഹായിക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ അത് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാത്ത ഒരാൾക്ക് ഈ സ്കോർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അവർക്ക് സ്റ്റാറ്റിൻ കഴിക്കണോ വേണ്ടേ എന്നുള്ളത്. മരുന്ന് കഴിക്കുന്നതിന് മുന്നായിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ മെറ്റബോളിക് റിസ്ക് കുറയ്ക്കാനുള്ള നമ്മുടെ വണ്ണം കുറയ്ക്കുക, നമ്മുടെ ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഡയറ്റിൽ നിന്ന് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോളിൻ്റെ ഏകദേശം ഒരു 20% ഡയറ്റിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡയറ്റ് ശ്രദ്ധിച്ചാൽ തന്നെ കുറേ അധികം കൊളസ്ട്രോൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മധുരം, നമ്മൾ സാധാരണ കൊളസ്ട്രോളുമായിട്ട് കൂടുതൽ ലിങ്ക് ചെയ്യാത്ത ഒരു ഫുഡാണ് മധുരം. പക്ഷേ മധുരം നമ്മുടെ ലിവർ കൺവേർട്ട് ചെയ്തിട്ട് കൊളസ്ട്രോൾ ആക്കുന്നുണ്ട്. അപ്പോൾ അമിതമായ മധുരം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ അത് കൺട്രോൾ ചെയ്യാൻ തന്നെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവിൽ നല്ലൊരു വ്യത്യാസം വരും. പിന്നെ അതേപോലെ തന്നെയാണ് എക്സസൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിൽ പോകണമെന്നല്ല, ദിവസം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു 10-20 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ കുറച്ച് ഓടുക. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന, വീട്ടിലും നമ്മുടെ പരിസരത്തും ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഹാർട്ടിനെ സഹായിക്കും. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള എണ്ണകൾ അത് നമ്മുടെ ആഹാരത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കൊളസ്ട്രോളിനെ സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ ഒലിവ് ഓയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എണ്ണകളെക്കാളും കുറച്ചുകൂടെ ഭേദപ്പെട്ടതാണ്. പിന്നെ കുറേ പച്ചക്കറികൾ, വെജിറ്റബിൾസ്, അതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തിയാലും നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കേരളത്തിൽ ധാരാളം
മത്സ്യം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ മത്സ്യത്തിനകത്ത് കാണുന്ന ഒരു ഫാറ്റി ആസിഡാണ് omega-3. ഇത് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഹാർട്ടിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാറ്റി ആസിഡാണ്. ഇത് കഴിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് കൂട്ടാനും എല്ലാം അത് സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ആൽക്കഹോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും മധുരം കുറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ഇത് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കണ്ട് ഈ നമുക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് വരാനുള്ള സാധ്യത എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ മരുന്ന് കഴിക്കാം. ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഓൾറെഡി വന്നിട്ടുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാറ്റിൻ എന്നുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള കൊളസ്ട്രോളിൻ്റെ അളവ്, ഇതൊക്കെ വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കുറച്ച അളവിലാണ് നമ്മൾ നിലനിർത്തുന്നത് സാധാരണതയെക്കാട്ടി. അപ്പോൾ അവർക്ക് സ്റ്റാറ്റിൻ എന്ന മരുന്ന് ഈവൻ കൊളസ്ട്രോൾ സാധാരണഗതിയിൽ നോർമലായിട്ടുള്ള ലെവലിലായാൽ പോലും അവർക്ക് സ്റ്റാറ്റിൻ എന്ന മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം പേടിക്കാതെ ആ റിപ്പോർട്ട് എടുത്തിട്ട് നോക്കുക. ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കൊളസ്ട്രോൾ ഉള്ളതെന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 3 മാസത്തിന് ശേഷം വീണ്ടും ഫാസ്റ്റിങ്ങിൽ നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക. അപ്പോഴും കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മുടെ റിസ്ക് അസസ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റാറ്റിൻ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ കാണാം. താങ്ക്സ്.